അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. വേറെന്തെങ്കിലും ഉദ്ദേശിച്ച് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മടങ്ങാം. നമ്മൾ മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. വേറൊരു ഉദ്ദേശവും ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുക, ഇതുപോലുള്ള വാർത്താവിശേഷങ്ങൾ അറിയേണ്ടവർക്ക് നമ്മളോടൊപ്പം കൂടാം. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു മോൾക്ക് വേണ്ടിയും ആ മോളുടെ കുടുംബത്തിനു വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട്. കുമ്പംകല്ല് മേലെപ്പറമ്പ് കോളനിയിൽ താമസിക്കുന്ന കാര്യാട്ടുപറമ്പിൽ ബഷീറിൻ്റെ മകൾ ബീവി ആയിഷ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരുപാട് വേദനകൾ തിന്നതാണ് ആ പൊന്നുമോൾ. ഇന്ന് പടച്ചറബിൻ്റെ ആ അലംഘനീയമായ ലോകത്തേക്ക് മടങ്ങിയിരിക്കുകയാണ്. 15 വയസ്സ് പ്രായം. ഈ ലോകത്തിലെ സുഖങ്ങളൊന്നും അറിയാതെ, ഈ ലോകം എന്താണെന്ന് പോലും അറിയാതെ ആ പൊന്നുമോള് നിഷ്കളങ്കിയായി പരിശുദ്ധിയായി പടച്ചറപ്പിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. പെട്ടെന്ന് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് മരണവാർത്തകളൊക്കെ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നുണ്ട്. പക്ഷേ ചില മരണവാർത്തകളൊക്കെ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. നമ്മൾ സ്റ്റക്കായി പോവുകയാണ് ഇതുപോലുള്ള മരണവാർത്തകൾ കേൾക്കുമ്പോൾ. അതാണ് താമസിച്ചത്. നമ്മൾ വീഡിയോ കാണുന്നവർ, നമ്മളെ അറിയുന്നവർ എല്ലാവരും ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഈ ഒരു മോളെയും കുടുംബത്തെയും നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നറിയില്ല. എല്ലാവരും ദുആ ചെയ്യണം. ഒന്നും അറിയാത്ത നമ്മുടെ മക്കൾക്കാണ് പടച്ച റബ്ബ് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നത്. അവർ തന്നെ അറിയുന്നില്ല നമുക്ക് എന്ത് പറ്റിയെന്ന്. പൊന്നുമോള് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ വേദനയില്ലാത്ത ആ ലോകത്തേക്ക് പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. മുതലക്കോടം സെൻറ്റ് ജോർജസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. നന്നായി പഠിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് പടച്ചറബിൻ്റെ കഥയാണ്. ആ പൊന്നുമോള് പടച്ചറബിലേക്കാണ് മടങ്ങിയത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന അവരുടെ മാതാപിതാക്കളും കുടുംബവുമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. നമ്മളൊക്കെ അവരെ എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കുക? ആര് പറഞ്ഞാലാണ് അവർക്ക് സമാധാനം കിട്ടുക? പടച്ചറബിന് മാത്രമേ അതിന് സാധിക്കുള്ളൂ. നമ്മളിൽ ആരുടെ ദുആയാണ് പടച്ചറബ് സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ദുആ ചെയ്യുക. പടച്ചറബ്ബെ അർഹമുറാഹിമായ റബ്ബെ, ഏക ഇലാഹായ അല്ലാഹ്, ബീവി ആയിഷ എന്ന പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ. പടച്ച റബ്ബെ, മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ. മാതാപിതാക്കളായ ഞങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബെ. നമ്മുടെ മക്കളെ നീ പരീക്ഷിക്കല്ലേ റബ്ബെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബെ. മക്കൾക്ക് വേണ്ടിയാണ് റബ്ബെ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കളാണല്ലാ. നമ്മുടെ മക്കളെ നീ കാക്കണേ റബ്ബെ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബെ. മക്കൾ മരണപ്പെട്ട ഒരുപാട് മാതാപിതാക്കളുടെ അവസ്ഥ ഞങ്ങൾക്കറിയാം റബ്ബെ. ആ മാതാപിതാക്കളുടെയൊക്കെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അല്ലാഹുവേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.